ഒരാൾക്ക് എൻ്റെ മരണാനന്തരം എൻ്റെ ബോഡി എങ്ങനെ സംസ്കരിക്കണം എന്ന് പറയാനും രാജ്യത്തൊരു നിയമമുണ്ട്. അത് ഒരു ഡെഡ് ബോഡിക്ക് പോലും റൈറ്റുള്ള അവകാശമുള്ള സമൂഹമാണ് നമ്മളുടെ, അല്ലേ? ഇപ്പം മൃതദേഹം കുഴിച്ചിടണം എന്നൊരാൾക്ക് പറയാം, അല്ലെങ്കിൽ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കണം എന്നൊരാൾക്ക് പറയാം, അല്ലെങ്കിൽ മൃതദേഹം ദഹിപ്പിക്കണം എന്നൊരാൾക്ക് പറയാം. ഇനി ഇതൊന്നുമല്ലാതെ മൃതദേഹം കുട്ടികൾക്ക്, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്ന ആളുകളുണ്ട്, അതല്ല എങ്കിൽ അവയവദാനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പം ഡെഡ് ബോഡിക്ക് പോലും റൈറ്റുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ടല്ലോ. എന്താണെന്നറിയാവുന്നത്? അത് മരണം സ്ഥിരീകരിക്കണം എന്നുള്ളതാണ് പ്രശ്നം. മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് അത് എപ്രകാരം സംസ്കരിക്കണം, ഏത് ചടങ്ങുകൾ ഉപയോഗിച്ച് സംസ്കരിക്കണം, ഏത് രീതിയിൽ സംസ്കരിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക ആദ്യം മരണം സ്ഥിരീകരിക്കണം എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കേണ്ടത് ആരാണ്? ഒരു ഡോക്ടറാണ് സ്ഥിരീകരിക്കേണ്ടത്. ഇപ്പം നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം എന്താണ്? ഇവിടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനായിട്ടുള്ള രാജസേനാണ്. അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ബൈറ്റിൽ പറയുന്നത് എന്താണ്? രാവിലെ അച്ഛൻ പൂജയ്ക്ക് പോയിട്ട് അമ്പലത്തിൽ നിന്ന് നേരെ ഈ സമാധി സ്ഥലത്തേക്ക് വന്നു. ആ സമാധി പീഠത്തിലിരുന്നു, അല്ലേ? സമാധി പീഠമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വന്നിരുന്നു. എന്നിട്ട് രാവിലെയാണ് അവിടെ വന്ന് അദ്ദേഹം ഇരുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകളോളം പല പൂജകൾ നടന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:30 വരെ പലതരത്തിലുള്ള പൂജകൾ നടന്നു. ഈ പൂജകൾക്കൊടുവിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന എന്താണ്? ഈ രാജസേനൻ എന്ന് പറഞ്ഞ പൂജാരിക്ക് മനസ്സിലാകുന്നു അച്ഛൻ സമാധിയായി എന്ന്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്വാസം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം.